പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 12-ാം വാക്യം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. ഇതായിരിക്കും നിങ്ങൾക്കടയാളം, പില്ലകച്ച് കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ക്രിസ്മസ് കാലത്ത് നമ്മൾ കർത്താവായ യേശു മിശിഹായിലേക്ക് ഒരുപാട് സന്തോഷത്തോടെ നമ്മൾ നീങ്ങുന്നു. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും കാലഘട്ടമാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം, നമ്മളും സന്തോഷിക്കണം. രക്ഷകനായ കർത്താവ് യേശു മിശിഹ ഈ ലോകത്തിലേക്ക് കടന്നു വരാനുള്ള സന്തോഷമാണ്. യോസെഫ് പിതാവിനും മാതാവിനും സന്തോഷം. കടന്നു വന്ന 3 ജ്ഞാനികൾക്ക് സന്തോഷം. അവർ സമർപ്പിച്ച ശേഷം വീണ്ടും അവരുടെ ദേശത്തിലേക്ക് തിരിച്ചു പോകുന്നു. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു സൂര്യനെ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഒരു സന്തോഷമാണ് നമുക്കും ഉണ്ടാവേണ്ടത്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ക്രിസ്മസ് സമയത്ത് നമ്മളും സന്തോഷത്തോടെ നമ്മൾ ജീവിക്കണം. ഈ ക്രിസ്മസിൽ രക്ഷകനായ യേശുവിൻ്റെ സന്തോഷം എപ്രകാരമായിരിക്കണം നമ്മൾക്ക് നോക്കാം. 105-ാം സങ്കീർത്തനം 3-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ, കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ഇതായിരിക്കണം നമ്മുടെ ഹൃദയം, കർത്താവിനെ അന്വേഷിക്കണം. നമ്മുടെ ഹൃദയം കർത്താവിനെ അന്വേഷിച്ചാൽ നമ്മുടെ ഹൃദയം സന്തോഷത്തിലായിരിക്കും. ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.